നിറങ്ങൾ നിറഞ്ഞു പെയ്ത മഴവില്ല. നിത്യ, എൻ്റെ ആദ്യ പ്രണയം. ഇവളിതുപോലെ ചിരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. വളരെ കുറച്ച്. ഞങ്ങളുടെ റിലേഷൻ്റെ ആദ്യ സമയങ്ങളിൽ ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും മറ്റേത് റിലേഷനിലെ പോലെയും വഴക്കുകളും പരിഭവങ്ങളും ഞങ്ങൾക്കിടയിൽ ഒരു വില്ലനായി. അവളുടെ പരിഭവങ്ങളെ മറയ്ക്കാൻ എനിക്ക് എല്ലാവരോടും എല്ലാത്തിനും സെൽഫിഷ് ആവേണ്ടി വന്നു. എന്നാൽ എന്നെ ഞാനാക്കിയ ഞാൻ എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞ ആ ദിവസം, ഞങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ച ആ ദിവസം. നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? കുറച്ച് നാളായിട്ട് എൻ്റെ ഉള്ളൊരു സംശയ. ആദ്യമൊക്കെ എന്തായിരുന്നു, ചോക്ലേറ്റ്, പാർക്ക്, ഫോൺ വിളി. എല്ലാവരും പറയുന്നത് ശരിയാ, ആണുങ്ങൾ വിശ്വസിക്കാൻ കൊള്ളില്ല. നിത്യ, അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്തോ ഉണ്ടായെന്നോ? കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നീ എന്നെ കാണാൻ വന്നോ? നമ്മുടെ റിലേഷൻ്റെ ആനിവേഴ്സറി, അത് നീ അറിഞ്ഞുകൂടിയില്ല. അതൊക്കെ പോട്ടെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ, അതുപോലും നീ പറഞ്ഞു. സോറി, ആക്ച്വലി ഞാൻ വിഷയം വരായിരുന്നു. ഓ പിന്നെ വിഷയം വരെയായിരുന്നു. അധികം നുണ പറഞ്ഞ് കഷ്ടപ്പെടുന്ന. നിത്യ, നീ അങ്ങനെ പറയരുത്. നിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ആദ്യം വിഷ് ചെയ്തത്. പോരാത്തൊരു ഗിഫ്റ്റും തന്നു. ഗിഫ്റ്റ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താ എൻ്റെ ഗിഫ്റ്റിനൊരു കുഴപ്പം? സൂപ്പറല്ലേ? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് വേണം. നിത്യ, ഗിഫ്റ്റിലൊന്നല്ല കാര്യം, മനസ്സ്. അതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളപ്പോൾ എൻ്റെ പ്രസൻസ് അവിടെയുണ്ട്. വേണ്ട വേണ്ട, ഇതുപോലെ കുറേ ഡയലോഗ് പറഞ്ഞ് നീ എന്നെ പറ്റിച്ചു. ഇനി അത് നടക്കില്ല. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ഞാൻ വീട്ടിൽ. എനിക്കുള്ള ഗിഫ്റ്റായിട്ട് നീ വരണം. നീ വരും, ഞാൻ പോവാ. അല്ല നിത്യ, പൈസ എടാ. ഹലോ അളിയാ, എടാ ഒരു 500 രൂപ മറിക്കാൻ പോകും? ഇല്ല അല്ലേ? ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ശരി. ആ എടി, ഒരു 500 ഉണ്ടാവുമോ? കുറച്ച് അത്യാവശ്യമായിരുന്നു. ATM ഇല്ല അല്ലേ? ശരി ശരി ശരി. ആ വേണ്ട, കുഴപ്പമില്ല. പെട്ടെന്ന് നീയല്ലേ പറഞ്ഞ പുതിയ കൊടയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന്. ക്ലാസ്സിലോട്ടൊന്നും കണ്ടില്ലല്ലോ. അതൊക്കെ വെറുതെ പറയാനാടാ, നിനക്ക് മനസ്സിലായില്ലേ? അത് എനിക്കിപ്പോ കൊണ്ടുവരാൻ പറ്റില്ലെന്നേ ഉള്ളു. ഓ പിന്നെ നാളെ നീ അത് ക്ലാസ്സിൽ കൊണ്ടുവന്നില്ലേ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്റെ കളിയാക്കും. നോക്കിക്കോട്ടാ. മഴ കുറഞ്ഞോ, നമുക്ക് വിട്ടാലോ? അപ്പ നാളെ കൊടയുടെ കാര്യം മറക്കണ്ട. ഈശോ, എവിടെന്നെങ്കിലും ഒരു കുട കളഞ്ഞെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു.
മോൻ എന്തിനീ കാശി? എനിക്കൊരു കുട മേടിക്കാനായിട്ടാ. നീയല്ലേ പറഞ്ഞേ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് നിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവുന്നു. ദേ ഇപ്പോഴാണ് എനിക്കിത് ആവശ്യമുള്ളത്. ഇങ്ങനെ വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒരാളുടെ റിലേഷൻ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ബൈ. അരികിൽ നീ വരുമോ, എൻ മൊഴികൾ മൗനമാ. മഴയിൽ നേർത്ത ചിരിയിൽ ഞാൻ എഴുതി നിൻമുഖം. അരികിൽ നീ വരുവാൻ എൻ മോഹം നിന്നു സാന്ദ്രമായി. നിൻമൊഴിയിൽ കാതണയും അനുരാഗം നിന്നു പുൽകവേ. അരികിൽ നീ വരുവാൻ എൻ മോഹം നിന്നു സാന്ദ്രമായി. നിൻമൊഴിയിൽ കാതണയും അനുരാഗം നിന്നു പുൽകവേ. എടാ, നമ്മൾ നമ്മളായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. നീ ധൈര്യമായിട്ടിരിക്കും. അന്നു പെയ്ത മഴയാൽ പിന്നിലാവിനഴകിൽ, അന്നു പെയ്ത മഴയാൽ പിന്നിലാവിനഴകിൽ, അന്നു പെയ്ത മഴയാൽ പിന്നിലാവിനഴകിൽ, നിറങ്ങൾ നിറഞ്ഞു പെയ്ത മഴവില്ല, അന്നു പെയ്ത മഴയാൽ അത് പിന്നിലാവിനഴകിൽ, നിറങ്ങൾ നിറഞ്ഞു പെയ്ത മഴവില്ല. നിനക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളപ്പോൾ എൻ്റെ പ്രസൻസ് അവിടെയുണ്ട്. അന്നു പെയ്ത മഴയിൽ അവൾ എന്നെ തിരിച്ചറിഞ്ഞു. പോകാം പോകാം വാർമുകിലായി, ആടാം പാടാമാ മലർവനിയിൽ, ഒന്നാകാം എന്നാളും ലലലലലലലം. വെള്ളിപ്പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം.